ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീണ പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കോവിഡ്-19 വാക്സിനേഷൻ മാർഗരേഖ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. ആദ്യഘട്ടത്തിൽ 30 കോടിയോളം പേർക്ക് വാക്സിൻ നൽകും. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 95.12%. ചികിത്സയിലുള്ളത് 3,40,000-ഓളം പേർ മാത്രം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് ഇന്ന് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഉപ്പുവെള്ള ശുദ്ധീകരണ പ്ലാന്റ്, സങ്കര ഊർജ്ജോൽപാദന പാർക്ക്, പാൽ സംസ്കരണ പാക്കിംഗ് പ്ലാന്റ് എന്നീ പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജോൽപാദന കേന്ദ്രത്തിനാണ് കച്ച് ജില്ലയിലെ വിഖാഗോട്ടിൽ പ്രധാനമന്ത്രി തുടക്കമിടുന്നത്. 30 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പ്ലാന്റ് കാറ്റിൽ നിന്നും സൌരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. കച്ചിലെ മാന്ദ്വിയിലാണ് സമുദ്രജലത്തെ കുടിവെള്ളമാക്കി മാറ്റുന്ന പ്ലാന്റ് സ്ഥാപിക്കുന്നത്. പ്രതിദിനം 10 കോടി ലിറ്റർ ശേഷിയുള്ള പ്ലാന്റ് ഗുജറാത്തിന്റെ ജലസുരക്ഷയ്ക്ക് മുതൽക്കൂട്ടാകും. കച്ചിലെ അഞ്ചാർ ഷർഹാദ് ഡയറിയിൽ പാൽ സംസ്കരണത്തിനും പാക്കിംഗിനുമായി പൂർണ്ണമായി ഓട്ടോമാറ്റിക് ആയ ഒരു പ്ലാന്റിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. 121 കോടി ചെലവ് വരുന്ന പ്ലാന്റിന് പ്രതിദിനം 2 ലക്ഷം ലിറ്റർ പാൽ സംസ്കരിക്കാനുള്ള ശേഷിയുണ്ടായിരിക്കും. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 95.12%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 34,477 പേർ കോവിഡ് രോഗമുക്തരായി. 94,22,000-ഓളം പേർ ഇതുവരെ രോഗമുക്തി നേടിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3,40,000-ഓളം പേർ രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 22,000-ലധികം പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 99 ലക്ഷം കടന്നു. 1.45% രാജ്യത്തെ മരണനിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 354 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 1,43,709 രാജ്യത്ത് കോവിഡ്-19 വാക്സിനേഷൻ യജ്ഞം നടത്തുന്നതിനായുള്ള മാർഗരേഖ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. ആദ്യഘട്ടത്തിൽ 30 കോടിയോളം ജനങ്ങൾക്ക് വാക്സിൻ നൽകാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ. ഫൈസർ, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഭാരത് ബയോടെക് എന്നീ സ്ഥാപനങ്ങൾ വാക്സിൻ അംഗീകാരത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. വാക്സിനുകളുടെ അടിയന്തര ഉപയോഗത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ ഉടൻ തന്നെ രാജ്യത്ത് വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും. ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള മുൻനിര കോവിഡ് പോരാളികൾക്കും 50 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്കുമാവും ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. തുടർന്ന് 50 വയസ്സിൽ താഴെയുള്ള മറ്റു രോഗങ്ങളുള്ളവർക്കും അതിനുശേഷം എല്ലാ ജനങ്ങൾക്കും വാക്സിൻ ലഭ്യമാക്കും. 20 മന്ത്രാലയങ്ങൾ സംയുക്തമായിട്ടാവും വാക്സിനേഷൻ പ്രക്രിയ കൈകാര്യം ചെയ്യുക. വാക്സിൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തത്സമയം നിരീക്ഷിക്കുന്നതിനുമായി കോവിഡ് ഇന്റലിജൻസ് നെറ്റ്വർക്ക് എന്ന ഡിജിറ്റൽ സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. വെബ്സൈറ്റിൽ പേര് ചേർത്തിരിക്കുന്നവർക്ക് മുൻഗണനാ ക്രമത്തിലാവും വാക്സിൻ വിതരണം ചെയ്യുക. ലോക്സഭ, നിയമസഭ വോട്ടർ പട്ടികയിൽ നിന്നാകും 50 വയസ്സിന് മുകളിലുള്ളവരെ കണ്ടെത്തുക. വോട്ടർ ID, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ അടക്കം 12 തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് കോവിൻ പോർട്ടലിൽ സ്വയം പേര് രജിസ്റ്റർ ചെയ്യാം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഫൈസർ ബയോടെക് കോവിഡ് വാക്സിന് സിംഗപ്പൂർ അനുമതി നൽകി. ഈ മാസം അവസാനത്തോടെ വാക്സിൻ രാജ്യത്തെത്തിക്കും. എല്ലാവർക്കും വേണ്ട വാക്സിൻ അടുത്ത വർഷം പകുതിക്ക് ശേഷം ലഭ്യമാകുമെന്നും തുടർന്ന് ജനങ്ങൾക്ക് വാക്സിൻ സൌജന്യമായി നൽകുമെന്നും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ സിയൻ ലൂങ് അറിയിച്ചു. അമേരിക്കയിൽ കോവിഡ് വാക്സിനേഷന് തുടക്കമായി. എക്കാലത്തെയും വലിയ വാക്സിനേഷൻ പരിപാടികൾക്കാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. ന്യൂയോർക്കിൽ തീവ്ര പരിചരണ വിഭാഗത്തിലെ നഴ്സായ സാൻഡ്ര ലിൻസയാണ് ആദ്യമായി അമേരിക്കയിൽ വാക്സിൻ സ്വീകരിച്ച വ്യക്തി. ഫൈസർ ബയോടെക് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് FDA വെള്ളിയാഴ്ച അനുമതി നൽകിയിരുന്നു. കഴിഞ്ഞ ആഴ്ച വാക്സിൻ വിതരണം ആരംഭിച്ച UK ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ വാക്സിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ലോകത്ത് 2 കോടി 2 ലക്ഷത്തിലധികം പേരാണ് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത്. ഇതിൽ 0.5% തീവ്ര രോഗബാധിതർ. ആകെ 7 കോടി 32 ലക്ഷത്തോളം പേർ രോഗബാധിതരായപ്പോൾ 3% പേർക്ക് ജീവൻ നഷ്ടമായി. 97% പേർ രോഗമുക്തി നേടി. അമേരിക്ക, ഫ്രാൻസ്, ഇറ്റലി, ബ്രസീൽ, റഷ്യ എന്നിവിടങ്ങളിൽ രോഗബാധ രൂക്ഷമായി തുടരുന്നു. രാജ്യത്ത് ഇ-സഞ്ജീവനി ടെലിമെഡിസിൻ സേവനങ്ങളിലൂടെ വൈദ്യസഹായം തേടിയവരുടെ എണ്ണം ഇന്നലെയോടെ 10 ലക്ഷം കടന്നു.
ഒരു വികസ്വര രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി രാജ്യത്തിന്റെ ഡിജിറ്റൽ ആരോഗ്യ വ്യവസ്ഥയ്ക്ക് ശക്തി പകർന്നതായാണ് വിലയിരുത്തൽ. രാജ്യത്തെ 550-ലധികം ജില്ലകളിൽ നടപ്പാക്കിയ ഈ സഞ്ജീവനി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 10%-ലേറെ പേർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 70ാം ചരമവാർഷിക ദിനമായ ഇന്ന് രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ പട്ടേൽ രാജ്യത്തിന്റെ ഏകീകരണം സാധ്യമാക്കിയ ഉരുക്കുമനുഷ്യനായാണ് അംഗീകരിക്കപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി പ്രമുഖർ സർദാർ വല്ലഭായ് പട്ടേലിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സർദാർ വല്ലഭായ് പട്ടേൽ കാണിച്ചു തന്ന പാത രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ എന്നും നമുക്ക് പ്രചോദനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞൻ റൊദ്ദം നരസിംഹ ഇന്നലെ രാത്രി ബംഗളൂരുവിൽ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ലൈറ്റ് ടു കോംബാറ്റ് വിമാനങ്ങളുടെ നിർമ്മാണ പദ്ധതിയിൽ നൽകിയ സംഭാവനകൾക്ക് രാജ്യം അദ്ദേഹത്തിന് 2013-ൽ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. റൊദ്ദം നരസിംഹയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനങ്ങൾക്ക് GST നഷ്ടപരിഹാരത്തിലുണ്ടായ കുറവ് നികത്തുന്നതിനായി 6000 കോടി രൂപ കൂടി ധനകാര്യ മന്ത്രാലയം വിതരണം ചെയ്തു. ഇതിൽ 5516.60 കോടി രൂപ 23 സംസ്ഥാനങ്ങൾക്കും 483.40 കോടി രൂപ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് നൽകുക. GST നടപ്പിലാക്കിയതിനെ തുടർന്ന് വരുമാനത്തിലുണ്ടായ 1.10 ലക്ഷം കോടിയുടെ കുറവ് നികത്തുന്നതിനായി ഒക്ടോബറിലാണ് സർക്കാർ പ്രത്യേക വായ്പാ സംവിധാനം രൂപീകരിച്ചത്. ഇന്ത്യൻ റെയിൽവേയിലെ 1,40,000 ഒഴിവുകളിലേക്ക് നടത്തുന്ന ബൃഹത് റിക്രൂട്ട്മെന്റ് യജ്ഞത്തിന് ഇന്ന് തുടക്കമായി. രാജ്യത്തെ 21 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ സംയുക്തമായാണ് 3 ഘട്ടങ്ങളിലായി മത്സര പരീക്ഷ നടത്തുന്നത്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. 244 കേന്ദ്രങ്ങളിലായി നടക്കുന്ന വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരിക്കും വോട്ടെണ്ണൽ. നാളെ ഉച്ചയോടെ ഫലം പൂർണ്ണമായും അറിയാനാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്നലെ നടന്ന അവസാനഘട്ട വോട്ടെടുപ്പിൽ 78.64% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഉത്തരാഖണ്ഡിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തുറന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും ഇവ പ്രവർത്തിക്കുക. സംസ്ഥാനത്തിന് പുറത്തുനിന്നും വരുന്ന വിദ്യാർത്ഥികൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് ഉത്തരാഖണ്ഡ് ചീഫ് സെക്രട്ടറി അറിയിച്ചു. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് ഇന്ന് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. ഗോവയിൽ രാത്രി 7:30-നാണ് മത്സരം. 6 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 7ാമതാണ് ഹൈദരാബാദ്. അതേസമയം ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാനമാണ് നിൽക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സുഡാൻ വിദേശകാര്യ മന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ഒമർ ഗമാർ അൽദീൻ ഇസ്മായിലുമായി വിർച്വലായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധവും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. സുഡാന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 10 മെട്രിക് ടൺ ജീവൻ രക്ഷാ മരുന്നുകൾ വരുന്ന ആഴ്ചകളിൽ എത്തിച്ചു നൽകാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. 100 മെട്രിക് ടൺ ഭക്ഷണ വസ്തുക്കൾ കഴിഞ്ഞ മാസം ഇന്ത്യ നാവികസേനാ കപ്പൽ മാർഗം സുഡാനിൽ എത്തിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കോവിഡ്-19 വാക്സിനേഷൻ മാർഗരേഖ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. ആദ്യഘട്ടത്തിൽ 30 കോടിയോളം പേർക്ക് വാക്സിൻ നൽകും. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 95.12%. ചികിത്സയിലുള്ളത് 3,40,000-ഓളം പേർ മാത്രം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് ഇന്ന് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30-ന്.